ഞാൻ ആ സമയത്ത് ടെസ്റ്റ് ചെയ്യാണ്. ഞാൻ ഈ ബുക്ക് ഫ്ലൈറ്റിലായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യണമല്ലോ. ഇവരൊരു കാര്യം പറഞ്ഞാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, ആഹാ അങ്ങനെയാണോ, ആസ്ക് ബിലീവ് റിസീവോ. എന്നാൽ എന്ത് ചോദിക്കാം, എൻ്റെ ബാഗ് ഇപ്പോൾ കൺവെയർ ബെൽറ്റിൽ വരുമല്ലോ. നമ്മളെല്ലാവരും ഈ ബാഗിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതന്നെ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. എൻ്റെ ബാഗ് ഒരു പച്ച കളറിലുള്ള ഒരു ലെതർ ബാഗായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ് ഈ കൺവെയർ ബെൽറ്റിൽ നമ്പർ 3 ആയിട്ട് വരണം. എന്നാൽ ഞാനിത് വിശ്വസിക്കാം. മനസ്സിൽ ഓർക്കുവാണ് ഇങ്ങനെ. ഞാൻ വെറുതെ ഫിക്സ് ചെയ്യാണ് ഒരു സംഭവം. ഇതിൻ്റെ തത്വം നമ്മൾ പരീക്ഷിക്കുകയാണ്. തത്വം ഇസ് ദിസ്: നിങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക, അത് കിട്ടും, അത് നടക്കും എന്ന് ബിലീവ് ചെയ്യുക, എന്നിട്ട് അത് റിസീവ് ചെയ്യുക. ഇതാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആഹാ അത് നോക്കണമല്ലോ. ഞാനിത് പരീക്ഷിക്കുന്നു. ആ ബാഗ് 3ാമതായിട്ട് വരുന്നു. സർപ്രൈസ്ഡ് ആയോ? എനിക്ക് ഭയങ്കര ആഹ്ലാദം വന്നു, എനിക്ക് ചിരി വന്നു. ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഒരാൾ ബാഗ് വരുന്ന കണ്ടിട്ട് ഇത്രയും ചിരിക്കുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു ഈ പറഞ്ഞ പോലെ മെനി കോയിൻസിഡൻസസിലൊരു കോയിൻസിഡൻസ് ആയിരിക്കും. ബിക്കോസ് പലപ്പോഴും നമ്മളെ എപ്പോഴും അത് ചോദിച്ചാൽ അത് സംഭവിക്കണമെന്നില്ല. അപ്പോൾ അതൊരു അതായത് എന്തെങ്കിലും ഒരു തത്വം ഉണ്ടെങ്കിൽ അത് എപ്പോഴും വർക്ക് ചെയ്യണം. ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യാത്ത കാര്യങ്ങളിൽ നമുക്കതൊരു തിയറി, ഒരു ഫിക്സ്ഡ് കാര്യമല്ല അത്. സോ അതിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെയും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു 80% ഓഫ് ദ ടൈം ഇത് വർക്ക് ചെയ്യും, 20% വർക്ക് ചെയ്യില്ല. അപ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്ന് അന്വേഷിച്ചാണ് മറ്റേ നമ്മുടെ പോളോ കോയലോൻ്റെ സേയിങ് ആണ് ഈ അറിവ്. അതായത് എന്തെങ്കിലും വേണമെങ്കിൽ ആഗ്രഹിക്കുക, യൂണിവേഴ്സ് തരും. എനിക്ക് തോന്നുന്നു ആ അധ്യായത്തിന്റെ അടുത്ത അധ്യായത്തിൽ തുടക്കം ബിക്കോസ് ഞാനത് ട്വിസ്റ്റ് ചെയ്തു. പോളോ കോയലോൻ്റെ ആ പറച്ചിലിന് ഞാൻ ട്വിസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ ആവുമ്പോൾ അത് 100% നടക്കും. വേറെ നമ്മളിത് പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് ശരിക്കും ആഗ്രഹം ഇല്ലാത്തൊരു കാര്യത്തിന് വെറുതെ എനിക്കൊരു BMW കാർ വേണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. പക്ഷെ വെറുതെ ചോദിച്ചാൽ ഞാൻ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ആഗ്രഹമാണെങ്കിലേ ഒരു BMW ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആൾക്കാരില്ലേ. എന്ന് വെച്ചാൽ ചിലവരുണ്ട്, എൻ്റെ ലൈഫിൽ ഒരേ ആഗ്രഹമുള്ളൂ, എനിക്കൊരു BMW കാർ വേണം എന്ന് പറയുന്നവരുണ്ട്. അതായത് 5ാം ക്ലാസ് മുതൽ പറഞ്ഞു തുടങ്ങിയതായിരിക്കും. അവർക്ക് എന്തായാലും അത് കിട്ടും. എന്താണെന്നറിയോ, അത് യൂണിവേഴ്സ് അവരുടെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം പ്ലാന്റ് ചെയ്യുന്നതാണ്. ആ കാറ് നേടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യും അത് കിട്ടാൻ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെസ്റ്റിനേഷനാണത്. അപ്പോൾ ആഗ്രഹങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ ശരീരവും മനസ്സിൽ നിന്നാണോ അതോ ഞാനിൽ നിന്നാണോ? ഞാനിൽ നിന്നാണെങ്കിൽ 100% നടക്കും, നടന്നിരിക്കും. അതിന് തടസ്സമില്ല. വേറെ ആരാ തടയാൻ? ദൈവത്തിന്. കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞ യൂണിവേഴ്സ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അതെ, നമുക്കത് നടക്കും എന്നും തോന്നും. അത് നടക്കും. നമുക്ക് വെറുതെ ഒരു തോന്നല, എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് വെറുതെ അത് നടക്കും. അതെവിടെ നിന്നാണ് ആ ഒരു ധൈര്യം തോന്നുന്നത്? ബിക്കോസ് നമ്മുടെ ഇൻറ്റ്യൂഷനിൽ നമ്മൾ അറിയാണ് അത് നടക്കും. പല കാര്യങ്ങളും നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് ദൈവമേ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ യൂഷ്വലി നടക്കില്ല. ബിക്കോസ് അത് നമ്മുടെ ഏതോ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ എന്തോ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടോ ആരെയോ താത്തി കാണിക്കാനോ എന്തോ റിവെഞ്ച് എടുക്കാനോ എന്തോ ഒരു നെഗറ്റിവിറ്റിയാണ്. എന്തോ പുറത്തുള്ള ഒരു കാര്യം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അത് നടക്കുമോ, കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മുടെ ആഗ്രഹങ്ങളല്ല. അത് നമ്മൾ വെറുതെ പുറമേ നിന്ന് എടുത്തു വയ്ക്കുന്ന കുറേ ബാഗേജാണ്. ഇത് സംഭവിക്കണം, എന്തോ വാശി പുറത്ത് ചെയ്യുന്ന പോലെ. ഇതിലൊരു വാശിയില്ല. ശരിക്കുള്ള ഒരു ഡിസയർ എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ തിളച്ചു വരുന്നു. നമ്മൾ അതിനനുസരിച്ച് തോന്നിപ്പിക്കുന്നതാണ്. എന്നുവെച്ചാൽ ആരെ തോന്നിപ്പിക്കുന്നു എന്ന് നമ്മൾ ക്ലിയർ ആക്കണം. നമ്മൾ പറഞ്ഞു എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, അത് പറയുന്നത് ഞാൻ. ആ ഞാൻ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഞാൻ എന്ന് പറയുന്ന ലൈഫ് മൈൻഡിനെ തോന്നിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവ ഊർജം നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കുമ്പോൾ ദാറ്റ് യെസ് എനിക്കിത് വേണം. അത് തോന്നിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പോയി എടുക്കില്ല. ഇപ്പോൾ ഇത്രയും പറയാം, വിശക്കുന്നു, അതൊരു ഡിസയറാണ്. അതാരാ തോന്നിപ്പിച്ചത്? അതെങ്ങനെ വന്നു? ആ ഒരു തോന്നൽ, വിശപ്പ് എന്ന് പറഞ്ഞത്
നമുക്കുള്ളിൽ നിന്ന് ആ പ്രകൃതി അതെ അതെ പ്രകൃതി തോന്നിപ്പിച്ചു. അതുപോലെ തന്നെ പ്രകൃതി തോന്നിപ്പിക്കണം എല്ലാ കാര്യങ്ങളും. വിശക്കാത്ത സമയത്ത് ഇപ്പൊ ഭക്ഷണം കഴിച്ച് വന്ന ഉടനെ വീണ്ടും ഒരു ബിരിയാണി വിളമ്പി തന്നെ കഴിക്കാൻ പറ്റും? ഇല്ല, നമുക്ക് പറ്റില്ല. പറ്റുന്നില്ല, ഏറ്റവും നല്ല ബിരിയാണി ആയാലും. അപ്പോൾ തോന്നൽ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. പുറമെ ഇപ്പൊ ബിരിയാണി വന്നു, പക്ഷേ എന്തായാലും ബിരിയാണി വന്നല്ലോ അതും തിന്നാന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാം. അതെ അതെ. അപ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ ഡിസയേഴ്സ്, വിശപ്പ് പോലെ, വിശപ്പ് ദാഹം അതുപോലെയാണ് എല്ലാം വരേണ്ടത്. അപ്പോൾ 100% നടന്നിരിക്കും വളരെ സ്മൂത്തായിട്ട്, വിത്തൗട്ട് എനി പ്രോബ്ലം. ഈ ടോപ്പിക്കൽ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഫാമിലിയിലേക്ക് ഒന്നുകൂടെ വരാം. ഈ എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ, എന്തൊക്കെയാണ്? ഫ്യൂച്ചറില്ലല്ലോ, പ്രസന്റ് മാത്രമേ ഉള്ളൂ. പ്രസന്റിൽ ജീവിക്കുന്നു. സീരിയസ്ലി അതുപോലെയുള്ള ഒരാളെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് വിവാഹം കഴിക്കണം എന്ന് തോന്നിയത്. ബിക്കോസ് എന്നെപ്പോലെ തന്നെ എക്സാക്ട്ലി എന്നെപ്പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ ഞാൻ ശരിക്കും പ്രസന്റിൽ ജീവിക്കാൻ പഠിച്ചത് പുള്ളിയുടെ നിന്നാണ്. ബിക്കോസ് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് നമ്മുടെ മേൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ പ്രസൻറ്റിലേക്ക് ജീവിക്കാൻ ഇങ്ങോട്ടും അങ്ങോട്ടും സഹായിക്കുന്നവരാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ പുള്ളി എന്നെ ഓർമ്മിപ്പിക്കും. ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഈ മൊമെൻറ്റേ ഉള്ളൂ. ഈ സ്ട്രെസ് വരുന്ന എപ്പോഴാണ്, ആങ്സൈറ്റി വരുന്ന എപ്പോഴാണ്? മുന്നോട്ട് ചിന്തിക്കുന്നു എന്ന് പറയും. മുന്നോട്ടില്ല, എന്ത് മുന്നോട്ട്? മുന്നോട്ട് പോയാൽ മതിലാണുള്ളത്, ആ ചുമരാണുള്ളത്. ശരീരം ഇരിക്കുന്നിടത്താണ് പ്രസൻറ്റ്. ശരീരം ഇരിക്കുന്നിടത്താണ് പ്രസൻറ്റ്. ഈ മൈൻഡ് പോകുന്നത്, ഈ ശരീരം നാളെ എവിടെ പോകും? ഓ, നാളെ അവിടെ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, ഈ ശരീരത്തിന് വേണ്ട ഫുഡ് നമുക്ക് പാക്ക് ചെയ്യണം. ഇതൊക്കെ പറയുന്നത് അതൊരു എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രസൻറ്റ് മൊമെൻ്റ് ആണ്. ഒരു എക്സ്റ്റൻഷനേ ഉള്ളൂ, ഒരു കോർഡിനേഷനേ ഉള്ളൂ. ഒരു പ്യുവർ ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഉണ്ടായിട്ടില്ല, അത് ആ മൊമെൻറ്റിലേ ഉണ്ടാവുള്ളൂ. അത് വേറെ ഇപ്പം നടക്കുന്ന എത്രയോ കാര്യങ്ങൾ കൂട്ടിച്ചേർന്നാണ് ആ അടുത്ത മൊമെൻ്റ് ഉണ്ടാവുന്നത്. എത്രയോ മില്യൺസ് ആൻഡ് മില്യൺസ് ട്രില്യൺസ് ഓഫ് സാധനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് അടുത്ത മൊമെൻ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂ ലേറ്റ് ആയാൽ നമ്മുടെ ഇൻ്റർവ്യൂവിനെ അത് ബാധിക്കും. അങ്ങനെയാണ് ഫ്യൂച്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ആങ്സൈറ്റി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അതേപോലെ പിന്നോട്ടെന്ന് പറയുന്നു. എന്ത് പിന്നോട്ട്? പിന്നോട്ട് പോയാലും ഇതേ മതിൽ ചുമര്. പക്ഷേ നമ്മളെന്ത് ചെയ്യും? പിന്നോട്ട് പോയി. ഞാൻ 5 കൊല്ലം പിന്നോട്ട് പോയി. എങ്ങനെ പോയി? ടൈം ട്രാവലോ? എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കാൻ തോന്നും. 5 കൊല്ലം പിന്നോട്ട് പോയി എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് എന്തോ ക്രിയേറ്റ് ചെയ്തു ഒരു ഓർമ്മയായിട്ട്, എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഡിപ്രഷൻ.